ഹലോ ഫ്രണ്ട്സ്, സ്കിൽഡ് വർക്കർ വിസയിൽ യു കെയിലേക്ക് വരുന്ന ആൾക്കാരെ പുതിയ ഗവൺമെൻറ്റും ഇപ്പോഴേ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ യു കെയിലേക്ക് വരുന്ന സ്കിൽഡ് വർക്കർ വിസയിൽ, അതായത് നമുക്ക് എൻജിനീയേഴ്സോ അല്ലെങ്കിൽ അതേപോലെയുള്ള ടീച്ചേഴ്സ്, നമ്മളുടെ കെയർ വർക്കർമാർ, നേഴ്സസ്, ഇവരൊന്നും വരുന്നതിന് പുതിയ ഗവൺമെൻറ്റും യാതൊരു തടസ്സങ്ങളും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, യു കെയിലേക്ക് വരുന്ന ഈ ഒരു കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൊമസ്റ്ററി കെയർ വിസകളിൽ വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന തട്ടിപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഇപ്പോഴേ കൂടിയിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴേ യു കെയിലെ ബ്രൈറ്റൺ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെയർ ഏജൻസി നടത്തിയ തട്ടിപ്പിൽ, അതായത് അവർ നടത്തിയ 100 കണക്കിന് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി യു കെയിലേക്ക് കൊണ്ടുവന്ന റിനൈൻസാൻസ് പേഴ്സണൽ എന്നറിയപ്പെടുന്ന ആ ഒരു കെയർ ഏജൻസി 100 കണക്കിന് ഇതേപോലെയുള്ള കെയർ അസിസ്റ്റൻസിനെ യു കെയിലേക്ക് കൊണ്ടുവന്ന് വലിയ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ CQC, അതായത് കെയർ ക്വാളിറ്റി കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള നേഴ്സിംഗ് ഹോമുകൾക്കും കെയർ ഹോമുകൾക്കും മാത്രമാണ് ഇപ്പോഴേ യു കെയിലേക്ക് ഇതേപോലെയുള്ള കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കെയർ ക്വാളിറ്റി കമ്മീഷൻ്റെ അണ്ടറിലല്ലാത്ത ഒരു നേഴ്സിംഗ് ഹോമുകൾക്കും ഇപ്പോഴ് ഇതേപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു കെയർമാരെ യു കെയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള അധികാരം ഇപ്പോഴില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലെയുള്ള ഫേക്കായിട്ടുള്ള ഏജൻസികൾ 20,000 പൗണ്ട് വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഇതേപോലെ യു കെയിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നത്. ഏകദേശം ഒരു 100 പേരോളമാണ് ഈ ഒരു ഏജൻസി 15 മുതൽ 20,000 പൗണ്ട് വരെ വാങ്ങിക്കൊണ്ട് യു കെയിലേക്ക് കൊണ്ടുവരിക. യു കെയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്ക് ഇവർക്ക് ജോലി ലഭിക്കുന്നില്ല, അതുപോലെ തന്നെ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേക്കൻസികൾ സൃഷ്ടിക്കുക, ഏതെങ്കിലുമൊക്കെ ഏജൻസികൾക്ക് അവർ ഫോർവേഡ് ചെയ്യുക, ആ ഏജൻസിയുടെ ത്രൂവിൽ യു കെയിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് 1-2 മാസം ജോലി കൊടുക്കുന്നു. പല ആൾക്കാർക്കും ജോലി കിട്ടാതിരിക്കുന്നു, സാലറിയും ലഭിക്കാതിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്ട്രഗിൾ ഉണ്ടാകുന്നു. ആ ഒരു സമയത്തേക്ക് ഈ ഒരു ഏജൻസികൾ, ഇവിടുത്തെ ഹോം ഓഫീസ് അതിൻ്റെ ലൈസൻസുകൾ റദ്ദാക്കും. ഹോം ഓഫീസിലെ ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ ഇതിൻ്റെ ചെക്കിങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷം ഇത് ലീഗലായിട്ടല്ല നടക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പോൺസർഷിപ്പ് അവർ ലൈസൻസ് റദ്ദ് ചെയ്യും. ഇങ്ങനെ ലൈസൻസ് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15-20,000 പൗണ്ട് മുടക്കി യു കെയിലേക്ക് ഇതേപോലെയുള്ള കെയർ ഹോമുകളിലേക്ക് വരുന്ന സാധാരണപ്പെട്ട പാവം പിടിച്ച ആൾക്കാരാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ മിക്കവാറുമുള്ള എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇതുപോലൊക്കെ തന്നെ യു കെയിലേക്ക് എത്തപ്പെടാനായിട്ട് 15,000 അല്ലെങ്കിൽ 20,000 പൗണ്ട് കൊടുത്താലും വേണ്ടിയില്ല, എൻ്റെ ഫാമിലിയോടൊപ്പം യു കെയിൽ പോയി ജീവിക്കാമെന്നുള്ള ആ ഒരു പ്രത്യാശയിലാണ് ഇത്രയും പൗണ്ട് മുടക്കിയിട്ട് ആൾക്കാർ യു കെയിലേക്ക് വരുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ 2 പാകിസ്ഥാനി സ്വദേശികളായ 2 സഹോദരങ്ങളുടെ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 100-ൽ പരം ആൾക്കാർക്ക് അവരുടെ സ്പോൺസർഷിപ്പ് വിസ നഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആരെങ്കിലും മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോഴറിയത്തില്ല. കഴിഞ്ഞ ഏപ്രിൽ 2023 ഈ ഒരാൾ യു കെയിലേക്ക് വന്നത് ഏകദേശം ഒരു 19,000 പൗണ്ട് മുടക്കിയിട്ടാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ആ ഒരു സമയത്ത് ഡിഫറൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4 കുട്ടികളെയും യു കെയിലേക്ക് എത്തിക്കുകയും 4 കുട്ടികൾ യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഈ ഒരു കമ്പനിയുടെ നഷ്ടപ്പെടുകയും ഇവരുടെ വിസ ക്യാൻസലായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമുക്കറിയാം, യു കെയിൽ വന്നതിന് ശേഷം നമ്മുടെ എംപ്ലോയറുടെ ലൈസൻസ് റദ്ദായി കഴിഞ്ഞാൽ നമ്മളുടെ വിസ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാവും. നമുക്ക് 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഇവിടെ പിടിച്ച് നിന്ന് വേറൊരു സ്പോൺസർഷിപ്പ് മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CQCയുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ യു കെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ ഉണ്ടോ, അവരിങ്ങനെ ഒരു വിസ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു അന്വേഷണം, ഒരു സെർച്ച് നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏതെങ്കിലും ഏജൻസികളുടെ ത്രൂവിലാണെങ്കിൽ നിങ്ങൾ വരാവും. മാത്രമല്ല, ഒരു 10,000, 15,000, 20,000 പൗണ്ടൊന്നും കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള ചിലപ്പോൾ നിങ്ങൾ ഡൊമസ്റ്ററി കെയറിലെ കാര്യം വിടുന്നത്, അങ്ങനെയുള്ള ഒരു വിസയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും യു കെയിലേക്ക് വരരുത്. നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ പ്രോപ്പറായിട്ട് വരാൻ സാധിക്കും. പക്ഷേ അങ്ങനെ വരാൻ ഉള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പക്ഷേങ്കിൽ വൺസ് നിങ്ങൾക്ക്
കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് UK വരാനായിട്ട് സാധിക്കും. ബ്രൈറ്റനിലുള്ള ഈ ഒരു ഏജൻസി 100 കണക്കിന് ആൾക്കാരെയാണ് ഇപ്പോഴും UK കൊണ്ടുവരുന്നത്. അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഴ്ചയിൽ 1500 മണിക്കൂറോളം ജോലി ചെയ്യാൻ വേണ്ടുന്ന ആൾക്കാരെ അവർക്ക് വേണമെന്നും പറഞ്ഞാണ് അവർക്ക് ഹോം ഓഫീസിൽ നിന്ന് COS കൊടുത്തുകൊണ്ട് ആൾക്കാരെ UK കൊണ്ടുവന്നത്. പക്ഷേ ഈ UK വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും തന്നെ ഇവർ ജോലി കൊടുക്കുന്നില്ല. 19,000 പൗണ്ടാണ് ഈ ഒരു പാകിസ്ഥാൻ സ്വദേശി ഇവർക്ക് കൊടുത്തത്. പക്ഷേ അദ്ദേഹം UK എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ കൈമലർത്തുകയാണ്. കാരണം ഇവർക്ക് ജോലിയില്ല കൊടുക്കാനായിട്ട്, അവർക്ക് ശമ്പളവുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വിസയ്ക്ക് വരുമ്പോൾ നിങ്ങൾ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വിസയിലേക്ക് UK വരാവൂ. കാരണം തട്ടിപ്പുകൾ ദിനം പ്രതി നടന്നു വരികയാണ്. എങ്ങനെയായാലും UK ഒന്ന് എത്തപ്പെടാനായിട്ട് നമുക്കറിയാം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കെയർ വിസയിൽ വന്നാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. കെയർ വിസയിൽ വരുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും UK എത്തപ്പെടാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഡൊമസ്റ്റിക് കെയറിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ബേസിക്കലി ഒരു നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നേഴ്സിംഗ് ഹോമുകളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. നെറ്റ് ഇമിഗ്രേഷൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുന്നെങ്കിലും ലേബർ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോഴില്ല. ഫേക്കായിട്ട് നടക്കുന്ന ഇതേപോലെയുള്ള കെയർ ഏജൻസികളെ ഇപ്പോൾ ഹോം ഓഫീസ് പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ പൂട്ട് വീണ് കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് ഇതേപോലെയുള്ള 10,000 20,000 പൗണ്ട് കൊടുത്ത് UK വരുന്ന സാധാരണ ജനങ്ങളായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.